അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം ഒത്തുമണികളെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും ഞാൻ പതിവ് പോലെ തന്നെ ഇതേ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറവായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നിപ്പോൾ ദിലുവിന് വയ്യ തീരെ രാവിലെ എണീറ്റപ്പോൾ. അപ്പോൾ ആളിന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. പിന്നെ സുഡാപ്പിയും പാത്തൂസും അവിടെ ടി വി കാണുന്നുണ്ട്. ഇന്ന് സുഡാപ്പിക്ക് ക്ലാസ് ഇല്ല കേട്ടോ. വലിയ സ്കൂളിൽ കുട്ടികൾക്ക് കലോത്സവം നടക്കുന്ന കാരണം കൊണ്ട് സുഡാപ്പിക്കൊന്നും ക്ലാസ്സില്ല. സുഡാപ്പിയും പാത്തൂസും അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. അങ്ങനെ ഒന്ന് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ കാറ്റായ കാരണം കൊണ്ട് ചെടികളൊക്കെ ഇങ്ങനെ ആകെ കുഴഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. വാടിക്കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് അതിനൊന്ന് കുളിപ്പിച്ച് കൊടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി വന്നതാണേ. പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം അതൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അതിൻ്റെ ശേഷമാണ് ബാക്കി കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ വേറെ ആരുമല്ല, എൻ്റെ ദുൽഖറാണ് കേട്ടോ ഇന്ന് ക്യാമറമാനായിട്ട് പുറകെ നടക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൊബൈലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് വലിയ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടാങ്കിൽ കുറച്ച് വെള്ളം അഴുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി ടാങ്ക് കഴുകിയിട്ട്. നമ്മൾ മുകളിലത്തെ ടാങ്കാണല്ലോ അധികം ഉപയോഗിക്കാറ്. ഇതിൽ വെള്ളം വരുന്നത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുള്ളൂ. പിന്നെ കഴിയുമ്പോൾ എടുക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ വെള്ളം 2-3 ദിവസമായിട്ട് പൈപ്പിൽ വെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട് മക്കളും ആവശ്യത്തിന് ഇതൊന്ന് മുക്കിയെടുക്കും. അങ്ങനെ ബക്കറ്റ് നിലത്ത് വെച്ച ബക്കറ്റൊക്കെ ഇട്ട് മുക്കിയിട്ടൊക്കെ ആകെ അഴുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഞാനത് എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാൻ ചെന്നു. നല്ല വെള്ളം പൈപ്പിൽ നല്ല സ്പീഡിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ടാങ്കൊന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീഡിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ടാങ്കൊന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് വെള്ളം പിടിച്ച് മുകളിലേക്കല്ല ഈ ടാങ്കിലും വെള്ളം നിറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ വെള്ളം അഥവാ ഇനി കഴിയുകയാണെങ്കിലും നമുക്കിതിൽ നിന്ന് എടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ നിറച്ച് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ബക്കറ്റുകളിലൊക്കെ ഞാൻ വെള്ളം പിടിച്ച് വെക്കാറുണ്ട്. പിന്നെ കുടിക്കുന്ന വെള്ളം എന്തായാലും ഞങ്ങൾ അകത്ത് വേറൊരു വലിയ ബക്കറ്റ് ഉണ്ട് കേട്ടോ, അതിലാണ് നിറച്ച് വെക്കാറ്. അങ്ങനെ ടാങ്കിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഞാൻ ചെരിച്ച് കളഞ്ഞപ്പോൾ അവസാനമായപ്പോൾ കുറച്ച് അടിയിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെരിച്ച് കളഞ്ഞിട്ടും പോകുന്നില്ല. അപ്പോൾ മോൻ അങ്ങനെ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മോനുള്ള കാരണം കൊണ്ട് തന്നെ പണികളൊക്കെ അങ്ങോട്ട് എല്ലാ കാര്യത്തിലും അവൻ എന്നെ കൂടെയുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് സുഡാപ്പിക്കും ക്ലാസ് ഇല്ല കേട്ടോ. തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇത്. അവന് വയ്യായിരുന്നു, മൂത്താൾക്ക് രാവിലെ ആയപ്പോൾ ഭയങ്കര തുമ്മലും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കാരണം കൊണ്ടാണ് ആൾ പോകാണ്ടിരുന്നത്. സുഡാപ്പിക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വലിയ കുട്ടികൾക്ക് കലോത്സവം നടക്കുന്ന കാരണം കൊണ്ട് അവന് ക്ലാസ് ഇല്ല കേട്ടോ. തിങ്കളും ചൊവ്വയൊന്നും ക്ലാസ് ഇല്ല. അങ്ങനെ ശനി ഞായർ തിങ്കൾ ചൊവ്വ 4 ദിവസത്തെ മുടക്കായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലത്തെ ജഗബുക പറയണ്ടല്ലോ. പിന്നെ അങ്ങനെ പാത്തൂസ് ഞങ്ങളിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാത്തൂസ് അവിടെ കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇപ്പോഴാണ് കേട്ടോ ഫോൺ കിട്ടിയത്. ഫോണല്ല, ടി വി കിട്ടിയത്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഡാപ്പി തന്നെ ആയിരിക്കും ടി വിയുടെ മുമ്പിൽ കൊടുക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണേ. പിന്നെ ഞാൻ ആ ടാങ്കൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇതുമെന്ന് നമ്മൾ വീഴുന്ന ഈ വേപ്പിൻ്റെ ഇലയൊക്കെ അതിലേക്ക് വീഴാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കിടക്കുന്നതൊക്കെ ഞാനൊന്ന് വെട്ടി മാറ്റിയതാണ്. പിന്നെ ഇലയ്ക്കും കുറച്ച് കേടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതൊക്കെ ഇങ്ങനെ തളിർത്ത് വരുമല്ലോ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞതാണ് കേട്ടോ. പിന്നെ വെട്ടുന്ന സമയത്ത് ഇതിൽ ഞാനൊരു ചൊറിയൻ പുഴുവിനും കൂടെ കണ്ടു കേട്ടോ. ചൊറിയൻ പുഴു എന്ന് വെച്ചാൽ വല്ലാത്തൊരു സാധനം തന്നെയാണ്. മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ചൊറിയിക്കുന്നൊരു സാധനം എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ ടാങ്കൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ടാങ്ക് അതിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓസയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നിറയട്ടെ, വെള്ളം നിറഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും ഇവിടെ വെട്ടിയിട്ട വേപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് നമുക്ക് അപ്പുറത്തേക്ക് എടുത്തിടാം കേട്ടോ. അപ്പോൾ വെറുതെ ഒരു പറമ്പ് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പും ചവറൊന്നും ഇടാറില്ല കേട്ടോ. ചപ്പും ചവറെന്ന് ഉദ്ദേശിച്ചത് അടിച്ചു വാരിയതൊന്നും ഇടാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വെട്ടുന്ന സമയത്ത് അവിടെ കൊണ്ടുവിടും. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെ കത്തിച്ച് കളയാറാണ് കേട്ടോ. പിന്നെ ഉച്ചക്കേക്ക് ഞാനിത് അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഒന്ന് വാർത്തിട്ട് വന്നു. പിന്നെ കേബേജ് ഉപ്പേരി വയ്ക്കാനായിട്ട് കേബേജ് ഒന്ന് നന്നാക്കി എടുത്ത് അതിലേക്ക് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നാളികേരവും പച്ചമുളകും കറിവേപ്പിലില്ല പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാനൊരു ചട്ടിയിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ക്യാബേജ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ കുറേശ്ശെയാണ് കേട്ടോ. ഞാൻ വെച്ചാൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ ആ ഫോൺ സാധാരണ എടുക്കുന്ന സ്റ്റാൻഡ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റാൻഡ് ഇപ്പോൾ ഞാനിങ്ങനെ ചെരിച്ച് ഒട്ടിച്ചൊക്കെ ചെയ്തിട്ട് ആകെ കേടായിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എടുക്കുന്നത്. എന്നാലും വിചാരിച്ച പോലെ സ്റ്റാൻഡ് അങ്ങനെ ഇരിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും ഒരു സ്റ്റാൻഡ് മേടിക്കണം. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉപ്പേരിയൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് അമർത്തി അങ്ങോട്ട് വെച്ച് അടച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പേരി അവിടെ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ഞങ്ങൾ അടുപ്പ് അകത്ത് നമുക്ക് അടുപ്പില്ല കേട്ടോ. എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ അടുപ്പ് 2 കല്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പ് ഇവിടെ ഉണ്ടാക്കാറ്, പുറത്ത് കത്തിക്കാറ്. ചോറും വയ്ക്കും, മക്കൾക്കുള്ള വെള്ളം അത് കഴിഞ്ഞതോടുകൂടി തന്നെ ഞാൻ നമുക്ക് കുടിക്കാനുള്ളൊരു കാലം വെള്ളം തിളപ്പിച്ചെടുക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് നമുക്ക് 2 മാസം വരെ എത്താറുണ്ട്, 2-2.5 മാസം വരെ എത്താറുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ നനയും കേട്ടോ, മുകളിൽ ഷീറ്റൊന്നുമില്ല. അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പോൾ വെയിലൊക്കെ അറച്ചു തുടങ്ങിയല്ലോ വെച്ചിട്ട് അപ്പം ഞാനിവിടെ കുറച്ച് ഇഷ്ടികകൾ തൊട്ടപ്പുറത്തെ കടയിലത്തെ ചേച്ചി, ഒരു പെട്ടിക്കടയുള്ള ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എന്തായാലും മക്കളിവിടെ ഉള്ള എല്ലാവരും കൂടി എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടിക കൊണ്ടുവരാനൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും അടുപ്പുണ്ടാക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ അടുപ്പുണ്ടാക്കാൻ വേണ്ടി കുറച്ച് പൊക്കത്തിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇത് തറ കെട്ടുകയാണ് കേട്ടോ. ഇപ്പോൾ അറിയുന്ന രീതിയിൽ അങ്ങോട്ട് കെട്ടുകയാണ്. പിന്നെ അപ്പുറത്തെ അമ്മാമ്മനെ വിളിച്ചിട്ട് ഞാൻ വന്നിട്ട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറൊക്കെ ആൾ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ മുകളിലേക്ക് വെച്ച് പൊക്കോ, പിന്നെ മോൾക്ക് എത്ര ഹൈറ്റ് വേണം ആ ഒരു ഹൈറ്റ് ആകുമ്പോൾ നിറച്ച് മണ്ണും പിന്നെ കട്ടകളൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് നിറച്ച് വെക്കുക. എന്നിട്ട് മുകളിൽ നല്ല രീതിയിൽ മണ്ണ് തന്നെ വേണം. അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വന്നിട്ട് അടുപ്പ് പിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനും ദിലുവൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ പണികളൊക്കെ നാളത്തെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് തരാം. ടാറ്റാ ബൈ ബൈ.